നന്ദി പറഞ്ഞ് അവസാനിച്ച ശേഷം ഞങ്ങൾ സെക്കൻഡ് പാർട്ടിന്റെ ചോദ്യം ചോദിച്ചാൽ നിങ്ങളോടുള്ള നന്ദി ഈ അവസരത്തിൽ അല്ല ഇതിൽ നാന കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതില് ഈ രവിയുടെ യൗവനം ശ്രീജിത്ത് രവി തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിലൊരു നാന ഇങ്ങനെ തിരിച്ചു കാണിക്കുന്നതിൻ്റെ അകത്ത് മമ്മൂക്കയുടെ ഫോട്ടോ വെച്ചിട്ട് അവർ കേട്ടിങ്ങനെ നടൻ അഹങ്കാരമോ ആദ്യമേ ചോദിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഞാനിന്റെ വാർത്ത എന്താണ്? ഓ അതിനകത്തും അത് തന്നെയാണോ പറഞ്ഞേക്കുന്നത്? 40 വർഷം മുമ്പുള്ള ഞാനെങ്കിലും നല്ലത് കാണിക്കാൻ പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതാണ് കേൾക്കുന്നത്. അത് കിട്ടിയത് നടൻ അഹങ്കാരമോ ആ ഒരു പണ്ടത്തെ പത്രസ്വഭാവവും മുഖത്തിലുള്ള സംഭവം വെച്ച് അങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പൊ ഓൺലൈനിൽ ഇവനാരും പറഞ്ഞു കൊടുക്കണോ? ഇവന് ഈ അടുത്ത കാലം വരെ അതായിരുന്നില്ല ജോലി. എഴുതിയെടുത്തില് സ്നേഹപൂർവ്വം മമ്മൂട്ടി തന്നെയാണ് അത് തീർത്തിരിക്കുന്നത്. അതാദ്യം ചെയ്തു. അത് ചെയ്ത ശേഷവും ഈ AI മമ്മൂക്ക ഉണ്ടല്ലോ, AI മമ്മൂക്കനൊന്നും കാണണമല്ലോ ഇത്. കാരണം ഈ നമ്മൾ വിചാരിക്കുന്ന 100-200 കോടിയുടെ സിനിമകളിൽ പോലും AI ചെയ്തിട്ട് പല മുഖങ്ങളും നമുക്ക് ഒരു വ്യക്തതയും കൃത്യതയും ഇല്ലാതെ വരും എന്നുള്ളൊരു കാര്യം കൊണ്ട് ഈ AI ചെയ്ത പോസ്റ്ററുകൾ പല ഘട്ടങ്ങളായിട്ട് ഇക്കെ കാണിക്കാൻ ജോഫിൻ വരികയും ആ AI പോസ്റ്ററുകൾ കാണുന്നതിനകത്ത് ഈ ലാസ്റ്റത്തെ കത്ത് വായിക്കുന്ന സീനും കണ്ടതിന് ശേഷം മമ്മൂക്ക വീണ്ടും വിളിച്ചിട്ട് വെളുപ്പിന് 6 മണിക്ക് വിളിച്ചിട്ടാണ് മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞ് ഇത് തിരുത്തി ഡബ് ചെയ്തത്. ആദ്യ സിനിമയിൽ സ്നേഹപൂർവ്വം മമ്മൂട്ടി എന്ന് പറഞ്ഞ് ഇരുന്നായിരുന്നു. അത് പറ്റുന്നില്ല, മമ്മൂട്ടി ചേട്ടൻ തന്നെ നമുക്ക് ചെയ്യാം. പക്ഷെ അദ്ദേഹം വിദേശത്തേക്ക് പോകണം. അപ്പോൾ വെളുപ്പിന് തിരിച്ച് വിളിച്ചിട്ടാണ് അത് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അനുമതി വേണുചേട്ടനും മല്ലോചേട്ടനുമായിട്ടും എല്ലാവരും സൗഹൃദത്തിൽ വന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ വേറെ സൗഹൃദം ഞാനും കാരണം നമുക്ക് അടുത്തോട്ടാണ് കഥ പറയുന്ന സമയത്ത് ഈ മുത്താര ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിന് പകരം വേറെ ഒന്നായിരുന്നു. അപ്പോൾ നമുക്കത് കേട്ട് മൊത്തം കഥ കേട്ട് കഴിഞ്ഞ സമയത്ത് നമുക്ക് പറഞ്ഞത് ഇതുമായിട്ട് സമാനമായിട്ടുള്ളൊരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ശ്രീനിവാസനും സിബി സാറിനോട് വന്നിട്ട് മമ്മൂക്കയുടെ അടുത്ത് വന്ന് ഇങ്ങനെ എനിക്ക് കത്ത് വരുന്നുണ്ട്. ആ കത്തിൽ മമ്മൂക്ക് ചോട്ടൻ എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ഞങ്ങൾക്ക് സിനിമയാക്കണം എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പറഞ്ഞു ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾ അഭിനയിക്കേണ്ട, ഡബ് ചെയ്താൽ മതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടായിരുന്നു. അത് ഇതുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് മമ്മൂക്കയാണ് ഈ മുത്താനും വീഡിയോയുടെ റെഫറൻസ് എനിക്ക് തരുന്നത്. അങ്ങനെ നമ്മൾ സാധനം കണക്ട് ആക്കും. എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെ ഇത്രയും ബ്രില്യൻ്റ് കണക്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. പക്ഷെ അത് ഇങ്ങനെ വന്നൊരു സംഭവമാണ്. മമ്മൂട്ടിയാണ് ഒരു കാരണമായതല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയാണ് പറഞ്ഞു തന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിങ് ആയത് അതിൻ്റെ കാലഘട്ടം നോക്കുമ്പോൾ ഭയങ്കര ഇതിൽ എന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്നെ AI ചെയ്യാതെ തന്നെ അവതരിപ്പിച്ചു. അതിന് കാരണത്തില്ല ജഗദീഷ് അന്നെങ്കിലും അതേപോലെ എപ്പോഴും അനുഭവം ഇപ്പോഴും മുതൽ ഞങ്ങായിട്ടിരിക്കുന്നത് ജഗദീഷ് മാത്രമേ വേണ്ട മോഹനോവിനെ. അതിന് വേറൊന്നും കൂടെ ഉണ്ട്. ജഗദീശൻ പറഞ്ഞു അതില് ഈ ജഗദീശേട്ടൻ വർത്തമാനകാലത്തിൽ ഇരുന്നിട്ടാണല്ലോ ഈ കഥ മുഴുവൻ പറയുന്നത്. ഈ കഥ പറയുന്നതിൽ ജഗദീശേട്ടൻ ഒരു യൗവനം കാണിക്കുന്നുണ്ട്. ആ യൗവനത്തിൽ ജഗദീശൻ ഞാൻ ആ കുട്ടിക്ക് ഒരു കത്തടിക്കുന്ന പറയുമ്പോൾ ജഗദീശൻ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതിനെ യൗവനമാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ശബ്ദം ആയിരിക്കുമല്ലോ അതിനെ. അപ്പൊ അതിനെ ഒരു ജഗദീശൻ നിത്യഭാവാണെങ്കിലും അതിനെയും ആ കത്തില് പറയുന്ന ശബ്ദവും ഇത്തിരി മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആദ്യത്തെ പടത്തിലും നമുക്ക് 22-ലല്ലേ പരീക്ഷ വരുന്നത്? അവിടെ 21 പരീക്ഷ വരുമ്പം 21 ഭയങ്കര ആധുനികരാണെങ്കിലും തൊപ്പി, താടി, വടി, പെട്ടി പട്ടിക്കുള്ള ഒരു മാന്ത്രികനെ പോലുള്ള മമ്മൂക്ക. അതിന്റെ കൂട്ടത്തില് സാനിയപ്പന്റെ ക്യാരക്ടറിനെ മമ്മൂക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ആർക്കും വേറെ ആർക്കും കാണാൻ പറ്റില്ല. ഒരു കൊച്ചിന്റെ നേരത്തെ മഞ്ജുവാരിൽ തിരിച്ച് പുറത്തേക്ക് ആടിയിട്ട് നേരെ ഡയലോഗ് പറയുന്നു. ഇതെല്ലാം നമുക്ക് ആദ്യം പറയുമ്പോൾ ഇവൻ പറയുമ്പോൾ ഇതെങ്ങനെയാണോ ഇതൊക്കെ ഈ കാലത്ത് നടക്കുന്ന നമുക്കൊരു സംശയം തോന്നും. പക്ഷെ അത് കഴിഞ്ഞിട്ട് റെഡിയാക്കി അല്ല, ജോഫിനോടും രാമനോടും ജോണിനോടും ഒരു പ്രത്യേക കടപ്പാട് എനിക്കുണ്ട്. കാരണം സിനിമയിൽ ഹരിഹരനഗറിലെ അപ്പുക്കുട്ടനൊക്കെ ഏറ്റവും വലിയ മണ്ടത്തരം പറയുന്ന കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ള ഞാനാണ്. ഇതില് അല്പ സെൻസുള്ള ബുദ്ധിയുള്ള ഒരു ട്വിസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കൂടെ, വലിയ ബുദ്ധിയൊന്നും അല്ലെങ്കിലും ഒരു ചിന്ത, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചൂടെ വിവേകം ചോദിക്കുന്ന തരത്തിൽ അപ്പൊ ബുദ്ധിയുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിട്ട് ജഗദീഷിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ആ ക്യാരക്ടറാണ് വേറെ ഒരാൾക്കും ഈ സിനിമയെ കൊടുക്കാനും പറ്റത്തില്ല. അവർക്ക് ജഗദീഷ് ചേട്ടൻ എഴുതിയ ആ പരിപാടിയിലായി പോയി. എല്ലാവരും മാത്രമല്ല, പഴയ അപ്പൂട്ടിനെല്ലാം ജഗദീഷ് വളരെ സീരിയസ് ആയിട്ട് റോളിന് ചെയ്യുന്നത്. അപ്പൊ
എന്ത് കാര്യം എല്ലാ സിനിമയ്ക്കും ഇപ്പൊ സെക്കൻഡ് പാർട്ടിന്റെ ഒരു ട്രെയിലർ കാണിച്ചത് നിർത്തും എന്ന് പറഞ്ഞ പോലെ ഏതാണ്ട് 10 മിനിറ്റ് മുമ്പ് ജോബിൻ നന്ദി പറഞ്ഞ് അവസാനിച്ച ശേഷം ഞങ്ങൾ സെക്കൻഡ് പാർട്ടിന്റെ ചോദ്യം ചോദിച്ച നിങ്ങളോടുള്ള നന്ദി ഈ അവസരത്തിൽ